പവിത്രം സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിക്രമിൻ്റെ കയ്യിലോട്ട് ഒരു കത്തി കിട്ടുമ്പോൾ തന്നെ വേദയുടെ മുഖം വല്ലാണ്ടങ്ങ് ആകുന്നുണ്ട്. എന്നിട്ട് വിക്രമാണെങ്കിലും വേദയുടെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട്, ഒരായുധം കയ്യിലിരിക്കുന്നത് നല്ലതാണെന്ന്, നല്ല മൂർച്ചയുണ്ട്, ഇതിട്ട് ഒരാളെ കുത്തിയാലുണ്ടല്ലോ ജീവൻ തിരിച്ചു കിട്ടാൻ തന്നെ പാടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വേദയാണെങ്കിലും ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുക. എവിടെ പോയാലും നിങ്ങളുടെ ഗുണ്ടായുസം ഒന്നും നിർത്തില്ലല്ലോ, കത്തി വാള് മതി, എനിക്കിതൊന്നും കേൾക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുകയാണ്, അതെ ഞാനൊരു ഗുണ്ടയായതുകൊണ്ടാ അവരുടെ കയ്യിൽ നിന്നൊക്കെ നിന്നെ രക്ഷപ്പെടുത്തി ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയുകയാണ്. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലുണ്ടെങ്കിലോ നിന്റെ കഥ കഴിഞ്ഞേനെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ഗുണ്ടയെന്ന് വിളിക്കുന്നത്. ഇതൊക്കെ പോട്ടെ, ഇന്നലെ മുതൽ ഒരു തുള്ളി വെള്ളമോ ആഹാരം പോലും ഞാൻ കഴിക്കാതിരിക്കുകയാണ്, എനിക്കാണെങ്കിലും വിശന്നിട്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിലും വേദയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഈ കാട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടുമോ നോക്കാം എന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈയും പിടിച്ചുകൊണ്ട് അഭിലാഷം കൂട്ടരും വരുന്നുണ്ടോയെന്നൊക്കെ നോക്കിക്കൊണ്ട് തന്നെ വിക്രം കാടിനുള്ളിലേക്ക് നടന്നു പോകുന്നുണ്ട്. അന്നേരം അവിടെ നിന്ന് കുറച്ച് കിഴങ്ങൊക്കെ ഒപ്പിച്ചുകൊണ്ട് നമ്മുടെ വിക്രമാണെങ്കിലും വരുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുക, ഇതല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും വാങ്ങിത്തരാം, ഒന്ന് പോടി, ഇതെങ്കിലും ഇപ്പോൾ കിട്ടിയില്ലേ കഴിക്കാൻ, അത് തന്നെ ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് വിക്രം നോക്കുമ്പോഴാണെങ്കിലും വെള്ളത്തിലൂടെ മീനുകളൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. അന്നേരം വിക്രം ചുറ്റും നോക്കുമ്പോഴാണെങ്കിലും ഒരു തുണിയുടെ കഷ്ണം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ തുണി കൊണ്ട് തന്നെ വിക്രമാണെങ്കിലും ആ മീനുകളെ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശ്രമത്തിനൊടുവിൽ കുറച്ച് മീനുകളൊക്കെ അവർക്ക് കിട്ടുകയാണ്. അത് കാണുമ്പോൾ വേദയ്ക്കാണെങ്കിലും സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ തന്നെ അത് ചുട്ട് തിന്നാനായിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഒരുപാട് മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തന്നെ വിക്രവും വേദയും വന്നെത്തുകയാണ്. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഈ സ്ഥലം കൊള്ളാം, ഇവിടെ അങ്ങനെ ആർക്കും പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നീ എന്തായാലും ഇതൊക്കെ പിടിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വേദയാണെങ്കിലും പേടിയോടെ തന്നെ ചുറ്റുമൊക്കെ നോക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ് കേട്ടോ. വിക്രമാണെങ്കിലും കുറച്ച് വിറകമ്പളൊക്കെ അവിടെ നിന്ന് സംഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ചുള്ളിക്കമ്പളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു തീ കൂട്ടാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വിക്രമാണെങ്കിലും ആ മീനും ആ കിഴങ്ങും ഒക്കെ കൂടെ ചുട്ടെടുക്കുകയാണ്. സമയമാണെങ്കിലും രാത്രി ആവുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് വേദയ്ക്കാണെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ട്. എന്നിട്ട് വിക്രമിനെ നോക്കിയിരിക്കുകയാണ് വേദ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോ ഈ കാടിനുള്ളിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ അകപ്പെടുമെന്നോ വേദ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്രവുമൊത്തുള്ള ഈ ഒരു നിമിഷങ്ങളൊക്കെ വേദ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. വേദയുടെ ഉള്ളിൽ വിക്രമിനോടുള്ള ആ സ്നേഹം അത് വേദയുടെ കണ്ണുകളിൽ തന്നെ പ്രകടമായിരുന്നു. വിക്രമാണെങ്കിലും ആ കിഴങ്ങും മീനും ഒക്കെ ചുട്ടിട്ട് വേദയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം അത് കണ്ടിട്ട് വേദ പറയുന്നുണ്ട്, അയ്യേ ഇതെങ്ങനെയാണ് കഴിക്കുക, വൃത്തിയാക്കാതെ ഈ പച്ചമീൻ ആരെങ്കിലും കഴിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അതിനിത് ചുട്ട മീനല്ലേ, ഇതൊന്ന് കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഇതാണെങ്കിൽ വേദയ്ക്കാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. വേദ പറയുന്നുണ്ട്, അയ്യേ എനിക്ക് വേണ്ട. എന്നിട്ട് അതിൽ നിന്നാണെങ്കിലും 2-3 കിഴങ്ങൊക്കെ എടുത്തിട്ട് വേദ കഴിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം വേദയുടെ അരികത്ത് തന്നെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഇതൊക്കെ കഴിച്ചോളാം. എന്നിട്ട് വിക്രമാണെങ്കിലും ആ മീൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ വേദയ്ക്കാണെങ്കിലും കൊതിയൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഈ മീനിന് ഇത്രയ്ക്ക് ടേസ്റ്റാണോ, എങ്കിൽ ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു ദിവസം ഫുള്ള് ആഹാരമൊന്നും കഴിക്കാതിരുന്നതുകൊണ്ട് തന്നെ ആ ചുട്ട മീനെങ്കിൽ ചുട്ട മീൻ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ വേദയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദയാണെങ്കിലും അത് കഴിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമാണെങ്കിലും ആ മീൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് വേദയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം വേദ പറയുന്നുണ്ട്, എന്തായാലും മീൻ്റെ മുള്ളൊക്കെ കളഞ്ഞില്ലേ, ഇനി അത് എനിക്ക് വായിലും കൂടെ വെച്ച് തന്നേരെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിലും അവസാനം വേദയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വിക്രമിനും വേദയോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ വിക്രമാണെങ്കിലും ആ സമയത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. വേദയെ വിക്രം സ്നേഹത്തോടെ പരിചരിക്കുന്നുമുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേക്കും വേദയ്ക്കാണെങ്കിലും വിക്രമിനോട് വല്ലാത്തൊരു സ്നേഹമൊക്കെ തോന്നുകയാണ്. വിക്രം പറയുന്നുണ്ട്, ഇനി എന്തായാലും അവന്മാർ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല, രാത്രി ആയില്ലേ, ഇന്നിനിയിപ്പം ഇവിടെ എങ്ങാനും ചുരുണ്ടുകൂടി കിടക്കാം, നേരം വെളുക്കുമ്പോഴേക്കും അവന്മാരുടെ കണ്ണ് വെട്ടിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, അയ്യേ ഇവിടെ എങ്ങനെയാണ് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ദേ ആ സൈഡിലൊരു വലിയ പാറ കാണുന്നുണ്ട്, എന്തായാലും അവിടെ പോയി കിടക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിലും വേദയെ കൂട്ടിയിട്ട് ആ പാറയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ ഇവിടെ കിടന്നോ. എന്നിട്ട് വേദയാണെങ്കിലും അവിടെ കിടക്കുകയാണ് കേട്ടോ. വിക്രമാണെങ്കിലും വേദയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. വേദ വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പേടിയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ഞാൻ ഉറങ്ങില്ല, നീ ഉറങ്ങിക്കോ, എനിക്കെന്തായാലും ഇപ്പോൾ ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറയുകയാണ് വിക്രം. വേദയ്ക്കാണെങ്കിലും നല്ല ക്ഷീണമുള്ളതുകൊണ്ട് വേദയാണെങ്കിലും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. വേദ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുന്ന കാണുമ്പോൾ നമ്മുടെ വിക്രമനാണെങ്കിലും ചെറിയ വിഷമമൊക്കെ തോന്നുന്നുണ്ട്.
എന്നിട്ട് വിക്രമാണെങ്കിലും വിക്രത്തിൻ്റെ ഷർട്ട് ഊരി വേദയ്ക്ക് പുതയ്ക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് നീ കിടന്നോ, അപ്പോൾ നിനക്ക് തണുക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വിക്രമിന് തന്നോടുള്ള സ്നേഹം വേദയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ വേദ ഉറങ്ങുന്നത് കണ്ട് കണ്ണെടുക്കാതെ വിക്രം നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് വിക്രമിൻ്റെ മനസ്സിലാണെങ്കിലും വേദയോടുള്ള ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നുകയാണ്. ശരിക്കും ഇവൾ എൻ്റെ ഭാര്യ തന്നെയാണെന്ന് വിക്രം അന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. എനിക്ക് ഇവളെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നും ഇവൾ എൻ്റെ ജീവിതത്തിൽ വേണമെന്നും വിക്രമിന് അന്നേരം തോന്നുകയാണ്. വിക്രമാണെങ്കിലും വേദയുടെ ഇപ്പുറത്തായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വേദ ഉണർന്ന് നോക്കുന്നുണ്ട്. വിക്രം ഇപ്പുറത്തായിട്ട് കിടക്കുന്നത് വേദ കാണുന്നുണ്ട്. ആ സമയത്ത് വേദയാണെങ്കിലും എഴുന്നേറ്റ് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരം വെളുത്തു. വേദയാണെങ്കിലും ആദ്യം ഉണരുന്നുണ്ട്. ആ സമയത്ത് വേദയാണെങ്കിലും വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട്. വിക്രം എഴുന്നേൽക്കുമ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ടോ? എന്നിട്ട് നല്ല ഉറക്കമാണല്ലേ? വീട്ടിലാണേലും കാട്ടിലായാലും ഇതിനൊന്നും ഒരു മാറ്റവും. ഒരു കാട്ടിലാന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ആ പോത്തോല് കടന്ന് ഉറങ്ങുന്നതെന്നുള്ള രീതിയിൽ വേദ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ആദ്യരാത്രി പോലും നിനക്ക് വേണ്ടി ഉറങ്ങാതെ മാറിയിരുന്നവനാ ഞാൻ, എന്നിട്ട് നീ എന്നെ കുറ്റം പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വേദയ്ക്കാണെങ്കിലും ചിരിയാണ് വന്നത്. വേദ വിക്രമനെ നോക്കി ചിരിക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, ഇനി അധികം നേരം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അന്നേരം വേദ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നു വിക്രം. ഇത് കേൾക്കുമ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരികയാണ്. വിക്രം പറയുന്നുണ്ട്, നീ കുറച്ചു നേരം വിശന്നിരിക്കേ, അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും നോക്കാം, ഇനിയും ഇതിനകത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതേ ആപത്താന്നൊക്കെ പറഞ്ഞിട്ട് വേദയും വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ വേദയും കൂട്ടിക്കൊണ്ട് വെള്ളത്തിലൂടെ നടന്നു പോകുന്ന സമയത്ത് തന്നെ വേദയുടെ കാലിൽ എന്തോ തറച്ച് കയറുന്നുണ്ട്. വേദയുടെ കാലിൽ എന്തോ കൊണ്ടിട്ട് വേദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് വിക്രമാണെങ്കിലും വേദയെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ വിക്രം വേദയെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കാടിനകത്തൂടെ. ആ സമയത്ത് വേദയാണെങ്കിലും വിക്രമിൻ്റെ കണ്ണുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോയതിനു ശേഷം ഒരു പാറയുടെ പൊക്കത്ത് വിക്രം വേദയെ കൊണ്ടിരുത്തുന്നുണ്ട്. എന്നിട്ട് ആ മുറിവ് നോക്കുകയാണ് കേട്ടോ കാലിൽ. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കേ, ഞാനിപ്പതേ വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് വിക്രം. എന്നിട്ട് കുറേ പച്ച ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ടൊക്കെ ആണെങ്കിലും വേദയുടെ കാലിലൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് വിക്രമിൻ്റെയും വേദയുടെ മനസ്സിൽ കൂടെ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വിക്രം പറയുന്നുണ്ട്, ആരോ വരുന്നത് പോലെ തോന്നുന്നുണ്ട്, വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദയുടെ കൈയും പിടിച്ചുകൊണ്ട് വിക്രമാണെങ്കിലും കാടിനകത്തേക്ക് ഓടിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട്. അഭിലാഷും കൂട്ടരുമാണ് കേട്ടോ ആ വരുന്നത്. ആ അഭിലാഷും കൂട്ടരും കൂടെ വിക്രമിനും വേദയെ അന്വേഷിച്ച് കാടിനകത്തേക്ക് വരികയാണ്. വിക്രമും വേദയും കൂടെ അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ട്. കുറേ നേരം അന്വേഷിച്ചിട്ടും ഇവരെ കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് അവരാണെങ്കിലും അവിടുന്ന് പോകുന്നുണ്ട്. അവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ സേഫായിട്ടുള്ള വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് വിക്രമും വേദയും കൂടെ നടന്നു പോവുകയാണ്. അന്നേരവും വേദ പറയുന്നുണ്ട്, വിക്രു എനിക്ക് വിശക്കുന്നുണ്ട്. അന്നേരം വേദയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് വിക്രമിനോട് പറയുകയാണ് കേട്ടോ. വിക്രമാണെങ്കിലും ഏതോ കാട്ടുപഴങ്ങളൊക്കെ പറിച്ച് വേദയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സേഫായിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ ചെന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി ഫുള്ള് കാടിനകത്ത് കഴിഞ്ഞതോടുകൂടി തന്നെ വിക്രമിൻ്റെ മനസ്സിലും അതുപോലെ തന്നെ വേദയുടെ മനസ്സിലും പരസ്പരം സ്നേഹമൊക്കെ കൂടിയിട്ടുണ്ട്. വേദയുമായിട്ട് കൂടുതലെടുത്തപ്പോൾ വിക്രമിൻ്റെ മനസ്സിലാണെങ്കിലും വേദയോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത്. വേദയ്ക്ക് വിക്രമനോടും വിക്രത്തിന് വേദയോടും ശരിക്കും സ്നേഹമൊക്കെ തോന്നി തുടങ്ങുകയാണ്. വേദ വിക്രമനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം, അതുകൊണ്ടല്ലേ നിങ്ങളെന്നെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. എന്നിട്ട് ഈ കാടിനകത്ത് അകപ്പെട്ടപ്പോൾ പോലും നിങ്ങൾ എന്നെ നല്ലപോലെ കെയർ ചെയ്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വിക്രം അപ്പോഴേക്കും വേദയെ കളിയാക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യേ നീ എന്താ കരുതിയത് എനിക്ക് നിന്നോട് സ്നേഹമാണെന്നോ? ഒന്ന് പോടി, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അതിന് ഉത്തരവാദി ഞാനാകും. ഞാൻ കാരണമാണല്ലോ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അവരിൽ നിന്നും നിന്നെ രക്ഷിച്ചത്. പിന്നെ അന്നേരം ഓടി കയറിയത് ഈ കാട്ടിനകത്തോട്ടല്ലേ, ആ അഭിലാഷിൻ്റെയും കൂട്ടരുടെയും കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ നിന്നെ ഇവിടെ തനിച്ചാക്കി പോയിട്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലേ നിന്റെ വീട്ടുകാരോട് സമാധാനം പറയേണ്ടത് ഞാനല്ലേ, അതുകൊണ്ടാണ് നിനക്കൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ നീ കരുതുന്ന പോലെ എനിക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇത് കേൾക്കുമ്പോഴേക്കും വേദയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വേദ വിക്രമൻ്റെ ഷട്ടിലൊക്കെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്? എന്നെ ഇഷ്ടമല്ലെന്നാണോ നിങ്ങൾ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം വിക്രമാണെങ്കിലും വേദയെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം വേദയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വെറുത്ത് വെറുത്ത് അവസാനം നിന്നെ ഇഷ്ടമായി തുടങ്ങി, ഇപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വേദ എന്നിട്ട് നാണത്തോടെ തന്നെ വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ്. വിക്രമാണെങ്കിലും വേദയെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്. കുറച്ചു നേരം അവരങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് വേദയാണെങ്കിലും കരയുകയാണ് കേട്ടോ. അപ്പം വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നതെന്ന്. വേദ നിറകണ്ണുകളോടെ വിക്രമിനെ നോക്കി വിക്രം പറയുന്നുണ്ട്, സത്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിന്നെ ഇപ്പം ഇഷ്ടമാണ്, ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല.
ഞാൻ കൂടെയുള്ളപ്പം നിനക്കൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ആദ്യമൊക്കെ ഞാൻ നിന്നെ വെറുത്തെങ്കിലും ഇപ്പം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വേണ്ടി വന്നു എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്. എന്നിട്ട് വേദനെ ചേർത്ത് പിടിച്ചിട്ട് വേദയുടെ നെറുകയിൽ ഉമ്മ കൊടുക്കുകയാണ്. എന്നിട്ട് വേദയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് വിക്രം. എന്നിട്ട് കുറച്ചു നേരം അവരങ്ങനെ ഒരു പാറയുടെ പൊക്കത്ത് സ്നേഹത്തോടെ ഒട്ടിരുമിയിരിക്കുകയാണ്. വിക്രമിനെ നോക്കി വേദ പറയുകയാണ്, എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് നിങ്ങളെന്ന്. ഏത് സാഹചര്യത്തിലും എന്നെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ ഈ മനസ്സിനെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് കൊതിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നൊക്കെ ഇങ്ങനെ വേദ പറയുമ്പോഴേക്കും വിക്രമാണെങ്കിലും വേദയെ ഒന്നും കൂടെ ചേർത്ത് പിടിക്കുകയാണ്. അന്ന് ആ കാടിനുള്ളിൽ ഒരിക്കലും പിരിയാത്ത വിധം വേദയും വിക്രമും പരസ്പരം ഒന്നിക്കുകയാണ്. വിക്രമാണെങ്കിലും വേദയുമായുള്ള പുതിയൊരു ജീവിതം ആഗ്രഹിക്കുകയാണ്. വിക്രമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വേദയോടുള്ള ആ ഒരു സ്നേഹമൊക്കെ അന്ന് അവിടെ വെച്ച് പറയുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മറ്റൊരു പെണ്ണിലും ഞാൻ കാണാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നിലുണ്ട്. അതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നിൻ്റെ ആ ഉറച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്കിഷ്ടമാണ്. നിന്നിൽ നിന്ന് ഞാൻ അകലാൻ ശ്രമിച്ചത് നിന്നെപ്പോലെ ഒരാൾ എൻ്റെ ജീവിതത്തിലോട്ട് വന്നിട്ട് നിൻ്റെ ജീവിതം കൂടെ എന്തിനാ ഇല്ലാതാക്കുന്നതെന്ന് ഓർത്തിട്ടാണ്. നിൻ്റെ ജീവിതം അങ്ങനെ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുക്കാൻ ശ്രമിച്ചത്, അകറ്റി നിർത്താൻ ശ്രമിച്ചത്. പക്ഷേ എല്ലാം കൈവിട്ടു പോയി. നീയുമായിട്ടുള്ള ഈ നിമിഷങ്ങളിൽ അതെനിക്ക് നിന്നോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വേണ്ട വേദ, ഇങ്ങനെയൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ അത് മുളയിലെ നുള്ളിക്കളയുന്ന തന്നെയല്ലേ നല്ലതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അധികകാലം നമ്മുടെ ഈ ബന്ധം തുടരുന്നത് നല്ലതല്ല. ഞാനും നീയും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഞാൻ കാരണം നിന്റെ ജീവിതം കൂടെ ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുമ്പോഴേക്കും വേദയ്ക്കത് സങ്കടമാവുന്നുണ്ട്. ഉടനെ വേദ വിക്രമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട, ഇനി നിങ്ങളൊന്നും പറയണ്ട. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. എൻ്റെ ഭർത്താവായി ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കും എന്നെ സ്നേഹിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒരു ഭാര്യയായിട്ട് അംഗീകരിച്ചൂടെ? ദേഷ്യവും വാശിയും ഒക്കെ മറന്നിട്ട് എന്നെ ഒരു ഭാര്യയായിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നിങ്ങനെ വേദ പറയുന്നുണ്ട്. അത് വേണ്ട വേദ, എന്നാണ് ഞാൻ അഭിലാഷിൻ്റെ കൈകൊണ്ട് തീരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിന്നെ നോക്കാൻ ആരും കാണില്ല. ഇപ്പോഴാണെങ്കിൽ നിന്റെ വീട്ടുകാർ നിന്നെ സ്വീകരിക്കും. തന്നെയല്ല, എന്നെപ്പോലെ ഒരുത്തൻ്റെ ഒരു ഭാര്യയായി ജീവിച്ചിട്ട് നീ എന്തിനാ നിന്റെ ജീവിതം കളയുന്നത് എന്നും കൂടെ ചോദിക്കുകയാണ് വിക്രം. അതുകൊണ്ട് നമ്മുടെ ഈ ബന്ധം അധികകാലമൊന്നും കൊണ്ടുപോകാത്തതാണ് നല്ലത്. ഞാൻ എത്രനാൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഉറപ്പും തരാൻ കഴിയില്ല. അപ്പോഴേക്കും വേദയാണെങ്കിലും വിക്രമനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളൊരു വാക്ക് തരണം. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്, നിങ്ങൾ സത്യം പറയണം എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് എന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് വേദ. ആ സമയത്ത് വിക്രം ഒന്നും മിണ്ടുന്നില്ല. വേദ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ കത്തിയും വാളും ഒന്നും കൈകൊണ്ട് തൊടരുത്. നിങ്ങളുടെ ഈ സ്വഭാവമൊക്കെ മാറ്റണം. പണ്ടത്തെ വിക്രമായി നിങ്ങൾ മാറണം. പഴയ വിക്രമനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ എന്തിനാ ഈ വഴക്കിനൊക്കെ പോകുന്നത്? ഇനിയെങ്കിലും നല്ലൊരു മനുഷ്യനായിട്ട് ജീവിച്ചൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. വിക്രമാണെങ്കിലും ഇതൊക്കെ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. വേദ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. എന്ത് സാഹചര്യം ഉണ്ടായാലും എന്നെ നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് വാക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ത് പറയണമെന്നറിയാതെ വിക്രം വേദയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വേദ പറയുന്നുണ്ട്, സത്യയുടെ വിക്രം, നിങ്ങൾ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് സത്യം ചെയ്ത് പറയണം. ഇല്ലെങ്കിൽ ഈ കാട്ടിൽ കിടന്നതിന് എൻ്റെ ജീവനങ്ങ് അവസാനിച്ചോളും. അവസാനം നിവൃത്തിയില്ലാതെ വിക്രമാണെങ്കിലും വേദയ്ക്ക് സത്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിക്രം എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഒരു ആപത്ത് പോലും സംഭവിക്കില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാണിച്ചാലും ചെയ്താലും ഒക്കെയും ഞാൻ നിന്റെ ഭർത്താവായിട്ട് എപ്പോഴും ഉണ്ടാകും. നിന്നെ ആരും ഒന്നും പറയില്ല. നിന്നെ ഞാൻ എപ്പോഴും സംരക്ഷിക്കും എന്നൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ്. ഇത് കേട്ട് വേദ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ്. വിക്രമാണെങ്കിലും വേദയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആർക്കും പിരിക്കാനാവാത്ത വിധം അവരുടെ മനസ്സുകൾ തമ്മിൽ ഒന്നിക്കുകയാണ്. ഇതുവരെ ഇരുവരും മനസ്സിലൊളിപ്പിച്ച സ്നേഹമൊക്കെ രണ്ടുപേരും അന്ന് തുറന്നു പറയുകയാണ്. ഇനി ഒരു ശക്തിക്കും വേദയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റില്ല എന്ന് വിക്രം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. വേദയ്ക്ക് തന്നോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് വിക്രം അന്ന് മനസ്സിലാക്കുകയാണ്. വേദയെ പിരിഞ്ഞൊരു ജീവിതം എനിക്കില്ല എന്നും വിക്രം തീരുമാനിക്കുകയാണ്. വേദയുമൊത്തുള്ള സന്തോഷമായ ജീവിതം ഇനി അങ്ങോട്ടേക്ക് വേണമെന്നാണ് വിക്രം ആഗ്രഹിക്കുന്നത്. ഒരു മഴ പെയ്ത് തോർന്നതുപോലെ വിക്രമിൻ്റെയും വേദയുടെ മനസ്സുകൾ ഒന്നാവുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ